ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയിൻ ലൂപ്പ് ചെയ്യുന്നതാണ്. സൂപ്പർ മെറ്റോറിൻ്റെ ചെയിൻ ലൂപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെയിൻ ക്ലീനറാണ് ആവശ്യം, പിന്നെ ഒരു ചെയിൻ ലൂബും. അപ്പോൾ നമ്മൾ ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അതിനുശേഷം ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് ചെയിൻ ലൂപ്പ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചെയിൻ ലൂബിന് ഞാൻ ഉപയോഗിക്കുന്ന കമ്പനി ഇതാണ്, ഈ ഗ്ലോസിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ഈ ഗ്ലോസിൽ എന്ന് പറഞ്ഞാൽ ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് നന്നായിട്ട് ചെയിൻ ക്ലീൻ ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ക്ലീൻ ആയതിനു ശേഷം നമ്മൾ ഉണങ്ങി ഓക്കെ അതിന് ഡ്രൈ ആയതിനു ശേഷമാണ് ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മൊത്തം കംപ്ലീറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, വാട്ടർ വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയിൻ ലൂബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയിനൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ചെയിൻ ക്ലീനർ ഉപയോഗിച്ചിട്ട് ചെയിനൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആണ് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ ലൂബ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചെയിന് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ചെയിന് കംപ്ലീറ്റ് ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ആണ് നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ചെയിന് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ വണ്ടി സൂപ്പർ മെറ്റോറാണ്. അപ്പോൾ സൂപ്പർ മെറ്റോറിൽ ഡുവൽ എക്സിസ്റ്റാണ് വരും. അപ്പോൾ ഇവിടെ എക്സിസ്റ്റും ഇങ്ങനെ ഒരു കമ്പിയിൽ നിന്നൊക്കെ വരുന്ന കാരണം നമുക്ക് ഇതുവഴി കണ്ട് നല്ലോണം കണ്ട് ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ക്ലീനാക്കുകയാണ് മാക്സിമം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. ഇങ്ങനെ ഒരു 3 സൈഡിലും ബ്രഷ് വരുന്ന ഒരു ടൈപ്പ് ബ്രഷാണ്. ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയിൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരുവിധം ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കാം. പിന്നെ ചെയിൻ ലൂപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് ചെയ്യാതിരിക്കുക. വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് എളുപ്പപ്പണി ആരും ചെയ്യരുത്. കാരണം ഒരുപാട് അപകട സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് ലൂപ്പ് ചെയ്യുമ്പോൾ. നമുക്കറിയാൻ കഴിയില്ല, പെട്ടെന്ന് നമ്മൾ നിമിഷങ്ങൾക്കകം നമ്മളെ വിരൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിരൽ അറ്റ് പോയവർ വരെ ഉണ്ട്.
ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുണ്ട്. ഇവരിൽ അറ്റ് പോയിട്ട് നിമിഷം നമുക്കറിയാൻ കഴിയില്ല, പെട്ടെന്ന് അപകടം സംഭവിക്കും. അപ്പോൾ ആരും വാഹനം സ്റ്റാർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാതിരിക്കുക. ലൂബി ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഒരാളെ സഹായം ഉണ്ടെങ്കിൽ എളുപ്പമാവും. ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഒരു ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺ തുണി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നന്നായിട്ട് ഡ്രൈ ആക്കണം. ചെയിൻ നന്നായിട്ട് ക്ലീൻ ആക്കുക. ഡസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് കംപ്ലീറ്റ് ഓയിൽ കണ്ടൻറ്റൊക്കെ ക്ലീനാക്കി ക്ലിയർ ആക്കിയിട്ട് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം ആണ് നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഈ ഡുവൽ എക്സോസ്റ്റുള്ള വാഹനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനം ഓടിച്ച് ഈറ്റായി വന്നിരിക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. കൈന് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കൈ വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ എക്സോസ്റ്റിനൊക്കെ കൈ തട്ടും. അപ്പോൾ വണ്ടി ഹീറ്റായിരിക്കുന്ന സമയത്ത്, ഓടി ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ ചെയിൻ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈ ആവാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലൂബ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് ഞാൻ ലൂബ് അപ്ലൈ ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഞാൻ ലൂബ് അപ്ലൈ ചെയ്യുന്നത്. ഇത് സെൻറ്ററിലും സൈഡിലും ലഭിക്കുന്ന രീതിയിൽ വേണം ലൂബ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ലൂബ് ഒരു പത ടൈപ്പാണ്. ഒരു പത ഉണ്ടോ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് പതച്ചിട്ട് സ്പ്രെഡാവുന്നുണ്ട്. കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങൾക്കും സ്പ്രെഡായിട്ടുണ്ട്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗിയർ ഓയിൽ ഉപയോഗിച്ചും നമുക്ക് ലൂബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലൂബ് ഓയിൽ നമ്മളെ അലോയ് വീലുമൊക്കെ സ്പ്രെഡായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. ഇല്ലെങ്കിൽ അവിടെയൊക്കെ മണ്ണ് പറ്റി പിടിക്കും, പൊടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറ്റി പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അലോയ് വീലും മറ്റും അവിടേക്കും ഇവിടേക്കൊക്കെ സ്പ്രെഡ് തെറിച്ചിട്ടും അവിടെയൊക്കെ ആയിട്ടുള്ള ഓയിൽ കണ്ടൻ്റ് അല്ലേ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ലൂബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിന് വാഹനം ഉപയോഗിക്കാതിരിക്കുക, ഒന്ന് സെറ്റായി ഇരുന്നോട്ടെ. ഇപ്പം നമ്മൾ വാഹനം എടുത്ത് പോയി കഴിഞ്ഞാൽ ഓയിൽ കംപ്ലീറ്റ് സ്പ്രെഡാവും.